ഹേ ഗായ്സ്, അങ്ങനെ സിനിമ വിശേഷത്തിന്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോളിവുഡ് ടൈംസ് സിനിമ കണ്ടിരിക്കുകയാണ്. അതായത് നസ്ലിൻ പ്രധാന വേഷത്തിലെത്തുന്ന, പിന്നെ അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത സിനിമയാണ് മോളിവുഡ് ടൈംസ്. സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമയുടെ കാസ്റ്റിനെ കുറിച്ചിട്ട് പറയണം. അതായത് നസ്ലിൻ ആണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ ഷറഫുദ്ദീൻ ഉണ്ട്, അതേപോലെ റോഫിക്ക സുരേഷ്, പിന്നെ റോഷൻ ഷാൻവാസ്, പിന്നെ വിനീത് ശ്രീനിവാസൻ ഉണ്ട്, പിന്നെ ക്യാമിയോയിൽ ചിലരൊക്കെ ഉണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, പിന്നെ മാധവൻ, രാജേഷ് മാധവൻ പുള്ളിയുണ്ട്, പിന്നെ അൽതാഫ് സലീം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ സിനിമയെ കുറിച്ചിട്ട് മെയിൻലി പറയാനുള്ളത്, സിനിമ ഒരു രക്ഷയില്ല, അടിപൊളി സിനിമയാണ്. അതായത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് സിനിമ നന്നായിട്ട് വർക്കായി. സിനിമ, അതായത് ഒരു സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട്, അതായത് എന്താ പറയണ്ടേ, സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ച് നടക്കുന്ന കഥയാണ് ഈ സിനിമ. അതായത് സിനിമയ്ക്കുള്ളിൽ സിനിമ. അതായത് ഒരു നസ്ലിന്റെ ക്യാരക്ടറായിട്ട് വിനീത് മാധവൻ, ഈ ക്യാരക്ടർ ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട്, ആദ്യത്തെ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുള്ളിയുടെ ഒരു ഡ്രീം ആയിട്ട്. അല്ലാതെ ഒരു എടുത്ത സിനിമ ലോക ചരിത്രത്തിൽ അറിയപ്പെടുമെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലൊരു ഒരു തോട്ട് പ്രോസസ് ഉള്ള ഡയറക്ടറാണ് നസ്ലിൻ. ആ ക്യാരക്ടറിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്ലിൻ ആ ക്യാരക്ടറിനെ കിട്ടില്ലനായിട്ട് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ആം, ഒരു രക്ഷയില്ല. ആ ക്യാരക്ടറിന്റെ ആ ഒരു വിന്റേജ് ആയിട്ടുള്ള രീതിയിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയണെങ്കിൽ, അതായത് ഒരു സിനിമ, അതായത് സിനിമ ഇൻഡസ്ട്രിന്റെ ഉള്ളിൽ നടക്കുന്ന ചില പ്രോബ്ലംസ്, അല്ലാതെ ചില ബിസിനസ് രീതിയിലുള്ള പ്രോസസ്സ്, അല്ലാതെ മറ്റുള്ളവരെ താഴ്ത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ചില കളികൾ, ഇതൊക്കെ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണിത്. അതായത് സിനിമയിൽ നസ്ലിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരുപാട് സ്ട്രഗിൾസ്, അല്ലാതെ ആ ഒരു റൈറ്റർ ഡയറക്ടറിന്റെ പുള്ളിക്ക് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം പീരീഡ്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അവരെടുക്കുന്ന സ്ട്രഗിൾ, ഓരോ സ്റ്റോറി എഴുതാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രഷർ, ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഈ സിനിമയിൽ നസ്ലിന്റെ ക്യാരക്ടർ കാണുമ്പോൾ മറ്റേ എനിക്ക് എന്റെ സ്വന്തം ഫ്രണ്ടിനെ കണ്ട പോലെ തോന്നുന്നുണ്ട്. പുള്ളി കൂടി അവന് കൂടി ഇതേപോലെയാണ്. അതായത് ആ ഒരു സിനിമ എടുക്കാൻ ഒരു ഡിഫറെന്റ് രീതിയിലായിട്ട് ഉണ്ടാവുന്നു എന്ന് എല്ലാവർക്കും ഒരു അറിയപ്പെടണം, ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഫ്രണ്ടാണ് എന്റെ. ഇവനോട് ആ രീതിയിൽ തന്നെയാണ്, അതേ പോലെ എനിക്ക് തോന്നിയോണ്ടാണ് എനിക്ക് എന്റെ ഫ്രണ്ട് അഭിലാഷിനെ അവനെ കണ്ട പോലെ തോന്നുന്നുണ്ട് ഈ നസ്ലിന്റെ വിനീത് മാധവൻ ചെയ്ത ക്യാരക്ടർ കാണുമ്പോൾ. അവരോട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ദിവസം അവന്റെ സിനിമ കാണാൻ പറ്റും. എന്നിട്ട് ഒരു ദിവസം അവന്റെ സിനിമ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ, അതായത് ഈ സിനിമ എടുക്കാൻ ആഗ്രഹത്തിലുള്ളവരോ, അല്ലെങ്കിൽ ഈ സിനിമക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഈ സിനിമ നന്നായിട്ട് വർക്കാവും. അതായത് ആ ഒരു സ്ട്രഗിൾ പീരീഡ്, ഇതൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അവർക്കൊക്കെ നന്നായിട്ട് അവരെ സ്ട്രഗിൾ, ഇതൊക്കെ എന്നിട്ട് എത്തിപ്പെടുന്ന രീതി, അതിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ആയതുകൊണ്ട് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അതായത് ഈ സിനിമക്ക് വേണ്ടിയിട്ട് മോഹിച്ചിട്ട് നിൽക്കുന്നവർക്ക്, ഇവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ സിനിമ. എനിക്ക് നന്നായിട്ട് വർക്കായി സിനിമ. സിനിമ ഒരു രക്ഷയില്ല, കിടിലൻ സിനിമയാണ്. അതായത് ഈച്ച് ആൻഡ് എവറിത്തിങ് സിനിമയിൽ എഴുതിയിരിക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിനവ് സുന്ദർ നായക് ആണ്. പുള്ളിയുടെ മുമ്പത്തെ സിനിമയായ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് ഒരു രക്ഷയില്ലാത്ത കിഡിലൻ ഡാർക്ക് കോമഡി സിനിമയാണ്. അതേ രീതിയിലുള്ള ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് അതേ രീതിയിലായാലും, പക്ഷെ സ്റ്റോറി ബേസ്ഡ് ചേഞ്ച് ആണ്. പക്ഷെ എന്നാലും ആ പുള്ളിയുടെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി, ഇതൊക്കെ അടിപൊളിയാണ്. ഒരു നല്ലൊരു എൻഗേജിംഗ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതായത് എല്ലാവരും അവർക്ക് കൊടുത്ത ക്യാരക്ടറിന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റിംഗ് ആയാലും നന്നായിട്ടുണ്ട്. അതല്ലാതെ ഡയലോഗ്സ്, ചില ഡയലോഗ്സ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡയലോഗ് ആവശ്യമുള്ളത് മാത്രം സ്ക്രീനിൽ കാണിക്കുക, അല്ലാതെ ഒന്നുമില്ല. അതായത് ഡയറക്ടർ തന്നെയാണ് എഡിറ്റർ കൂടി. പുള്ളിക്ക് അറിയാവുന്ന രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ സിനിമ. പിന്നെ പറയുന്നത് സിനിമാറ്റോഗ്രാഫിനെ കുറിച്ചിട്ട് പറയാൻ ഒരു രക്ഷയില്ല. കിടിലൻ ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി. പിന്നെ എഡിറ്റിംഗ് കൂടി അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരാണുള്ളത്, ഒന്ന് ഡയറക്ടർ, പിന്നെ ഒന്ന് നിതിൻ രാജ് ആറോൾ പറഞ്ഞിട്ട് പുള്ളിയാണ്. രണ്ടുപേരാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് ജേക്സ് വിജയ്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആഹ് ഒരു രക്ഷയില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ജേക്സ് വിജയ് ആണ്, അതൊന്നും പറയാനില്ല. അടിപൊളിയായിട്ടുണ്ടായിരുന്നു മ്യൂസിക് സ്കോർസ് ഒക്കെ. പിന്നെ സൗണ്ട് ഡിസൈൻസ് ആരാ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ സൗണ്ട് ഡിസൈൻസ് ഒരു രക്ഷയില്ല, കിട്ടിയ സൗണ്ട് ഡിസൈൻസ് ആണ്. ചില സിനിമ തന്നെയാണ് കാണിക്കുന്നതല്ല, അങ്ങനെ ആയതുകൊണ്ട് ചില സൗണ്ട് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള സൗണ്ട് ഡിസൈൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെയാണ്. പിന്നെ ഒരുപാട് നല്ല കിഡിലനായിട്ട് ചെയ്ത സിനിമയാണ് ബോളിവുഡ് ടൈംസ്. പിന്നെ സിനിമ എഴുതിയിരിക്കുന്നത് രാമു സുനിലാണ്. പിന്നെ വേറെ പറയുകയാണെങ്കിൽ, അതായത് ഓവറോൾ എനിക്ക് സിനിമ നന്നായിട്ട് വർക്കായി.
അതായത് ഫ്രം ദി ബിഗിനിങ് ടു ടിൽ ദി എൻഡ് വരെ നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായിട്ട് എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ പിന്നെ സിനിമ കാണാത്തവരാണ് പോയിട്ട് കണ്ടോളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കിട്ടാം.